ഹായ് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളൊക്കെ സുഖത്തിലാണ്. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കിടിലൻ റെസിപ്പി കൊണ്ടാണ്. റെസിപ്പി എന്ന് വെച്ചെങ്കിൽ പഴംപൊരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുള്ളത്. ആദ്യം ഒരു ബൗളിലേക്ക് നേന്ത്രപ്പഴമാണ് ഇതിനെ കായ് പൊഴിക്കാൻ വേണ്ടി നമ്മൾ എടുക്കാൻ പോകുന്നുള്ളത്. അപ്പം ആ കായിനനുസരിച്ച് എൻ്റെ ഉമ്മ ഇവിടെ മൈദ ഒക്കെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സൈഡ് എൻ്റെ ഉമ്മ എണ്ണ കായാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇപ്പം നമ്മൾ ബജ്ജി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് മാവൊക്കെ കുഴച്ചെടുക്കുന്നില്ല, അതേപോലെ ആക്കിയെടുക്കുകയാണ് എൻ്റെ ഉമ്മ. അപ്പോൾ ഇത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒരു ലൈറ്റിലാക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് കലക്കിയെടുക്കാൻ. അപ്പോൾ നല്ല രീതിയിൽ കട്ടയൊന്നും കൂടാതെ നല്ല രീതിയിൽ ഇത് മാവ് കുഴച്ചെടുക്കണം. ഇപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ടാണ് എൻ്റെ ഉമ്മ ആക്കുന്നുള്ളത്. അതേപോലെ അത് കാണിക്കുന്നില്ല, ആ പരുവത്തിൽ വേണം നമുക്ക് ഈ ഒരു മൈദയുടെ ഇത്. പിന്നെ അതൊന്ന് മാറ്റിയെടുത്തിട്ട് ഉമ്മയുടെ നേന്ത്രപ്പഴമാണ് എടുക്കുന്നത്. ഉമ്മ എടുത്തിട്ടുള്ള 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല രീതിയിൽ മുറിച്ചെടുക്കണം. തെളുപ്പ് രീതിയിലാണ് നമ്മൾ ഇത് മുറിച്ചെടുക്കേണ്ടത്. ആദ്യം ഇതൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിനെ നടുക്ക് വെച്ച് 2 ഭാഗമാക്കാം. അതിനുശേഷം ഇത് തെളുപ്പിൽ വേണം നമ്മൾ എടുക്കാൻ. എൻ്റെ ഉമ്മ ഇവിടെ നീളത്തിലാണ് മുറിക്കുന്നത്. അതിലും 2 നമുക്ക് പീസൊക്കെ ആക്കി എടുക്കാം. പക്ഷെ ഉമ്മ ഇവിടെ എടുക്കുന്നുള്ളത് നീളത്തിൽ തന്നെയാണ്. അപ്പോൾ അതിനങ്ങ് ഒന്ന് മുറിച്ചെടുക്കാം. ഇതൊക്കെ കായ്പൊരി നമ്മൾ ഇത് വൈകുന്നേരമൊക്കെ ചായ കുടിക്കുമ്പോഴാണ് കഴിക്കാറാണ്. ഇപ്പം ഉമ്മ ഇത് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത മൈദയുടെ ബാറ്ററില്ല ഇതിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതേപോലെ എല്ലാം ചെയ്യാം നമുക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ പുതിയതായിട്ടാണ് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഉമ്മ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഗോൾഡൻ പരുവത്തിലാവുമ്പോൾ മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കാം. നല്ലൊരു റെസിപ്പിയാണിത്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊക്കെ ചായയൊക്കെ കുടിക്കുമ്പോൾ വൈകുന്നേരം ബിസ്ക്കറ്റ് ബ്രെഡിൻ്റെ പകരം നമുക്ക് വീട്ടിൽ തന്നെ ഇതൊക്കെ ഇങ്ങനെ കായ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാം. ആകെ 10 മിനിറ്റിൻ്റെ അത്രേ പണിയുള്ളൂ ഇതിന്. ഇപ്പോൾ ഇത് ഗോൾഡൻ കളറാകുമ്പോൾ അമ്മ ഇവിടെ മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കുകയാണ്. ഇത് കേരളത്തിലുള്ള ഒരു റെസിപ്പിയാണ്. കേരളത്തിലുള്ളവരൊക്കെ ആക്കിയിട്ടുണ്ടാവാം. ഇനി വേറെ ഒരു സംസ്ഥാനത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഒരു റെസിപ്പിയായ പഴംപൊരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കേരളീയരുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ്, വൈകുന്നേരത്തെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് എല്ലാവരും വേറെ സംസ്ഥാനത്ത് നിന്ന് കാണുന്നതാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. പ്ലീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മൾക്ക്. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻ്റ് ഇടുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാവരും പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ. ഇത് ഇങ്ങനെയാണ് ഇവിടെ ചായയും വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വൈകുന്നേരമാണ് കായ്പൊരി ആക്കിയത്. അപ്പോൾ അപ്പുറത്തേയും ചായയും വെച്ചിട്ടുണ്ട്, പഴംപൊരിയും നമ്മളിവിടെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.